എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നതാ ഞാൻ തംബ്നെയിലിൽ കണ്ട പോലെ ഞങ്ങളൊന്ന് പുറത്തു പോയതും ഇന്ന് കണ്ണൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയതിൻ്റെയും പിന്നെ പള്ളിയിൽ പോകുന്നുണ്ട് കലൂർ. അപ്പോൾ ആ എല്ലാ വീഡിയോസും കുറച്ച് എടുത്തിട്ട് ഞാനൊരു വ്ളോഗാക്കി ഇടുകയാണേ. അപ്പോൾ എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി അമ്പലത്തിൽ അവനെയായിട്ട് പോയതാണ്. ഇന്ന് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആട്ടോ, ഒക്ടോബർ 8 അപ്പോൾ അന്ന് ഞങ്ങൾ അമ്പലത്തിൽ ഇവിടെ സപ്താഹം നടക്കുക. അപ്പോൾ അമ്പലത്തിലേക്ക് വന്നതാണ്. അമ്പലത്തിൽ വന്ന് അവൻ്റെ പേരിൽ, മോൻ്റെ പേരിൽ വഴിപാടുകളൊക്കെ നടത്തി. അവിടെ സപ്താഹം ആയതുകൊണ്ട് പറ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറ നടത്തി. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് അവിടെ ഉണ്ണിയൂട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറന്നാൾ ബർത്ത്ഡേ ദിവസം തന്നെ ഉണ്ണിയൂട്ടിലും പങ്കെടുത്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ ഭഗവാന്റെ സദ്യ കഴിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അതും ഒരു പ്രത്യേക ഒരു നിമിത്തം പോലെ എല്ലാം നല്ല രീതിയിലായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ വഴിപാടൊക്കെ നടത്തി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും അമ്പലത്തിൽ നിന്ന് തന്നെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോരുന്നത് കേട്ടോ. എല്ലാ വർഷവും കണ്ണൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവിടെ എല്ലാവരെയും വിളിച്ചിട്ടൊക്കെ ആഘോഷിക്കലൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം ആരെയും വിളിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചിട്ട് 1 വർഷമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ആഘോഷിക്കേണ്ടെന്ന് വെച്ചു. പിന്നെ ഒരു കേക്ക് വാങ്ങിയിട്ട് മുറിക്കാം, അവനതൊരു വിഷമമാവണ്ട. എല്ലാവരും ഫ്രണ്ട്സൊക്കെ കേക്ക് കട്ട് ചെയ്യണ കാര്യമൊക്കെ പറയുമ്പോൾ അവന് ഇനി അതൊരു സങ്കടം ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ രാത്രി ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് അതായിരുന്നു ആഘോഷം കേട്ടോ ഇപ്രാവശ്യത്തെ. ആരെയും വിളിച്ചുമില്ല, ആരോടും പറഞ്ഞുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതാ ഇപ്പം ഉണ്ണിയൂട്ടിന് കൺമണി സ്വന്തം വാരി കഴിച്ചോളാം, എന്നെക്കൊണ്ട് വാരി കഴിപ്പിക്കൂല, തന്നെ വാരി കഴിക്കണതാ പുള്ളിക്കാരിക്ക് ഇഷ്ടം. അങ്ങനെ അതിൽ പോയിരുന്നിട്ട് ഒരുങ്ങിയൊക്കെ ഞാൻ ഒരുക്കാനൊക്കെ വിളിച്ചപ്പോൾ എല്ലാത്തിനും വന്ന് ഒരുങ്ങി റെഡിയായി വന്ന് അവിടെ നിന്ന് കഴിക്കണേ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ പുള്ളി. അങ്ങനെ കണ്ണനും ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയ. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെന്നാൽ ഒന്ന് കലൂർ പള്ളിയിൽ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ണൻ്റെ പേരിൽ അവിടെയും വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അത് നടത്താനായിട്ട് പള്ളിയിലേക്ക് ഞങ്ങൾ പോവാണ്. ഇവിടെ അമ്മയും ഏട്ടനും പള്ളിയിൽ അന്തോണിസ് പുണ്യാളൻ്റെ ഭയങ്കര വിശ്വാസികളാണ്. അമ്മ പറയുന്ന അമ്മയുടെ എന്ത് ആഗ്രഹമോ അല്ലെങ്കിൽ അമ്മ എന്ത് വിചാരിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അത് നടത്തി തന്നിട്ടുണ്ട്. അമ്മക്കത് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അമ്മ അവിടെ വിളിച്ചിട്ടാണ് അമ്മയുടെ സങ്കടങ്ങളൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയും. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇവിടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ തൊട്ടേ ഞങ്ങൾ എപ്പോഴും പോകാറുണ്ട്. കലൂർ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. അവിടെ ചെന്ന് നമുക്കും മനസ്സിന് ഭയങ്കര സന്തോഷമാണ്, സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. കുഞ്ഞുങ്ങളെയായിട്ടും ഇടയ്ക്കൊക്കെ വരും. പക്ഷെ ചൊവ്വാഴ്ചയാണ് അവിടുത്തെ മെയിൻ ദിവസം. ആ ചൊവ്വാഴ്ച എന്നാൽ ഭയങ്കര തിരക്കാണ്, നമുക്കൊന്നും അകത്തേക്ക് കയറാൻ കൂടി പറ്റൂല. ഇപ്പം ഞങ്ങൾ ചെല്ലുന്ന ഒരു ബുധനാഴ്ചയാണ്, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനും കുറേ സമയം അവിടെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറേ നേരം ഇരുന്നു. അവിടെ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും ഒരു പീസും ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ താജിലേക്ക് പോവാണേ. ഇവിടെ മറൈൻ ഡ്രൈവിനോട് ചേർന്ന് തന്നെയാണ് ഈ താജ് വിവാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടൊന്ന് പാർക്കിലൊക്കെ പോവാം പിള്ളേരായിട്ട്. അങ്ങനെ എപ്പോഴും പുറത്തങ്ങനെ പോവാറില്ല. അപ്പോൾ പോകുമ്പോഴത്തേക്കും ഒന്ന് പാർക്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ പക്ഷേ സമയം ഉണ്ടായില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ലേറ്റായി. പിന്നെ കേക്കൊക്കെ വാങ്ങി വീട്ടിൽ ചെന്ന് കേക്ക് കട്ട് ചെയ്ത് ഒക്കെ കഴിയുമ്പോൾ ഒരു സമയമാകുമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ പിറ്റേ ദിവസം കണ്ണിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ നേരത്തെ ഉറക്കിയില്ലെങ്കിൽ പിന്നെ രാവിലെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പാർക്കിലൊന്നും കയറാൻ നിന്നില്ല. ഇനി ഒരിക്കലും വരാം. അതിന് വേണ്ടിയിട്ടായിട്ട് വരുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇത് എല്ലായിടത്തും കയറി ഇറങ്ങി പോകുമ്പോൾ പറ്റൂല. എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും പിള്ളേരും ടയേർഡാവും, നമ്മളും ടയേർഡാവും. അങ്ങനെ അത് കയറില്ല. പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം എടുത്തു എല്ലാം കഴിഞ്ഞ് ഇറങ്ങാനായിട്ട്. ഇവിടെ കുറച്ച് കാണാനും കറങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ കുറേ നേരം ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ ആ സമയം കണ്ടെത്തി കേട്ടോ. ഫോട്ടോസ് കുറേ എടുത്തു. എല്ലാം എവിടെ ഫോൺ നമ്മൾ നോക്കുമ്പോഴൊക്കെ അവിടെ വ്യൂ ആണെന്ന് തോന്നിയിട്ട് കുറേ ഫോട്ടോസ് എടുത്ത് ഫോട്ടോസൊക്കെ ഞാൻ എന്നിട്ട് എൻ്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ അപ്പം തന്നെ ഷെയർ ചെയ്തു. നല്ല ഫോട്ടോസായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ എടുത്ത ഫോട്ടോസെല്ലാം. അങ്ങനെ കൺമണീനെ കൊണ്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കണ്ണനാണ് പിന്നെ ഒന്നും കൂടി വാശിയൊക്കെ എടുക്കൽ. കൺമണി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല, നമ്മൾ എവിടെയെങ്കിലും പോയാലും വലിയ പ്രശ്നമല്ല. അങ്ങനെ ഞങ്ങൾ അമ്മയുണ്ടായിരുന്നു. അമ്മയും കണ്ണനും കൺമണിയും ഏട്ടനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉള്ളിലേക്ക് കയറി എല്ലാ ഓർഡറൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ആ സമയത്താണ് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കലും ഒക്കെ നടത്തിയത്. കണ്ണന് ലൈം മതി, ഞങ്ങളെല്ലാവരും കോഫിയാണ് പറഞ്ഞത്. അപ്പോൾ കണ്ണന് അത് വേണ്ട, ലൈം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈം ജ്യൂസും പിന്നെ സ്നാക്സ് കുറച്ച് അതും ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ അതും കണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കണേ കൺമണി.
അങ്ങനെ എല്ലാവരുടെയും ഓർഡർ എടുക്കുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കൺമണിയോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം കീം എന്താ പറയണ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ആ പുള്ളിക്കാർ പറയുള്ളൂ. അപ്പോൾ കീം എന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല. അപ്പോഴേ എനിക്ക് തോന്നി ഐസ്ക്രീം ആയിരിക്കും പറയണേന്ന്. അപ്പോൾ അത് ആണോ എന്ന് ഇങ്ങനെ ഐസ്ക്രീം ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്ത് അവൾക്ക് ഐസ്ക്രീം ആക്കിയപ്പോഴത്തേക്കും കണ്ടപ്പോൾ എനിക്കും ഐസ്ക്രീം വേണം. അങ്ങനെ രണ്ടാൾക്കും വാങ്ങി, രണ്ടുപേരുടെയും ഞാനും കഴിച്ച്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അവിടുന്ന് കണ്ടിച്ചൊക്കെ ഇറങ്ങിയിട്ടാ. പിന്നെ അവിടുത്തെ ഇറങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, അപ്പുറത്ത് പൂളുണ്ട്, ഫോട്ടോസ് എടുക്കണമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാ, നല്ല വ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളെന്നാൽ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് പുറത്തിറങ്ങി അങ്ങോട്ട് നടക്കുകയാണ്. അന്ന് അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതായത് കൊണ്ടിട്ട് നമ്മൾ നല്ല ഫ്രീ ആയിരുന്നു. അങ്ങനെ ഒരു ബഹളവും ബിസിയൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് പെട്ടെന്ന് വേണ്ട പോവാന്നൊരു തോന്നൽ വരാം. ഇത് കുഴപ്പമുണ്ടായില്ല. പിന്നെ അവിടെ കാണാനും ഒക്കെ നല്ല ഭംഗിയായിരുന്നു. നമുക്ക് ഈ മറൈൻ ഡ്രൈവിനോട് ചേർന്നിട്ടായത് കൊണ്ടിട്ട് ആ ഒരു ലേക്ക് വ്യൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ നല്ല രസം, നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ പോയിട്ട് അങ്ങനെ പോയത് മോശമായി പോയില്ല, അല്ലെങ്കിൽ അത് പോയത് കൊണ്ടൊരു ഗുണമില്ലല്ലോ എന്ന് നമുക്ക് തോന്നൂല. നല്ല കുറച്ചാണെങ്കിലും കുറച്ച് നേരമാണെങ്കിലും നമ്മളവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും അതൊരു വേർത്തായിട്ട് തന്നെ തോന്നിയായിരുന്നേ. പിന്നെ ഇതാ പൂൾ സൈഡിൽ വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ കണ്ണന് ഭയങ്കര വെള്ളത്തിൽ കളിക്കണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ, ഇങ്ങനെ ഇവിടെ വരുമെന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഇറങ്ങിയത്. പിന്നെ അവൻ്റെ ബഹളം കണ്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി അവനെ. പിന്നെ അവിടെ ഈ ഫൗണ്ടെയിനൊക്കെ വെച്ചെടുത്ത് ഇങ്ങനെ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വലിയ മീനൊക്കെ ആയിരുന്നു. അപ്പം അമ്മ അത് മീനിങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ അമ്മ അത് എന്താ ഇങ്ങനെ നോക്കണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പയ്യൻ പറഞ്ഞത് കടിക്കും, കൈ വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ പിന്നെ കൈയൊക്കെ മാറ്റി. പെട്ടെന്ന് ഇങ്ങനെ ചാടി കടിക്കുന്ന ഒരു ടൈപ്പ് മീനാണെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നിൽക്കുന്ന ആളെ ഞങ്ങളുടെ എവിടെയാണ് നാടെന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ പിന്നെ ആലപ്പുഴ. അപ്പോൾ എൻ്റെ നാട് ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴ എവിടെയാണ്? അമ്പലപ്പുഴ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട് എവിടെയാന്നൊക്കെ പറഞ്ഞ്. പിന്നെ അപ്പോൾ ചോദിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, എൻ്റെ കസിൻസിനെയൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പരിചയമൊക്കെ ആയി തിരിച്ചു പോന്നു. അങ്ങനെ കുറച്ച് നേരം അപ്പോൾ കണ്ണൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും കൺമണിക്കും വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ബഹളായി. പിന്നെ ഞാൻ അവളെയായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവൾക്കും ഹാപ്പി ആയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പിന്നെ കുറച്ച് നേരം. അപ്പോൾ അമ്മക്ക് ഭയങ്കര ടെൻഷനാണ് കണ്ണന് വെള്ളത്തിൽ ഇറങ്ങുമെന്ന്. അങ്ങനെ വേഗം പോകാമെന്ന് പറഞ്ഞാൽ അമ്മ ധൃതി പിടിച്ച് അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി അവിടുന്ന്. അങ്ങനെ ഇനിയിപ്പോൾ പോകുന്നവർ കേക്ക് വാങ്ങാനാട്ടോ. നേരത്തെ ഓർഡർ ചെയ്തായിരുന്നു. കേക്ക് ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തേവരയിലുള്ളൊരു കടയിലാണേ. അപ്പോൾ അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. ആരെയും വിളിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കേക്കാണ് വാങ്ങിയത്. അങ്ങനെ നമ്മളെല്ലാവരും ഒക്കെ ഉണ്ടപ്പോഴല്ലേ, അല്ലെങ്കിൽ ഇത് ഇരുന്നാലും അങ്ങനെ അധികം ആരും കഴിച്ചില്ല, വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരു ചെറിയ കേക്കാട്ടോ വാങ്ങിയ. ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു വാങ്ങിയ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ കണ്ണൻ്റെ ഫ്രണ്ട് അപ്പുറത്ത് ആത്തിഫ് ഉണ്ടായിരുന്നു. എല്ലാ ബർത്ത്ഡേക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. അപ്പോൾ ആത്തിഫ് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ കണ്ണൻ അത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് എന്നാൽ പോകാമെന്ന്. പക്ഷേ അവിടുന്ന് ചായ കുടിച്ചിറങ്ങിയപ്പോഴത്തേക്കും ആർക്കും പിന്നെ വിശപ്പില്ല. അപ്പോൾ അങ്ങനെ കഴിക്കേണ്ട, തിരിച്ചു പോകാമെന്നും പറഞ്ഞ് പോന്നപ്പോഴത്തേക്കും വീട്ടിൽ വന്നപ്പോഴാണ് ഈ കുട്ടികൾ വരുന്നത്. അപ്പോൾ പിന്നെ ഓർത്തെന്നാൽ അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാം, അതൊക്കെയാണല്ലോ അവന് സന്തോഷമാകുന്ന കാര്യങ്ങളല്ലേ അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ രാത്രി അവർ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. കണ്ണൻ ഭയങ്കര ഹാപ്പിയായി. ഇനി കൺമണിയുടെ ബർത്ത്ഡേ വരുന്നത് പ്രതീക്ഷിച്ചുള്ള ഇരിപ്പാണ് ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളുമൊക്കെ പങ്കുചേർന്നതിൽ എനിക്ക് പിന്നെ ഒന്നുകൂടി സന്തോഷമാണ്. നിങ്ങളോടൊക്കെ ഇത് ഷെയർ ചെയ്യാൻ പറ്റിയതും എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിത് ചെയ്യുന്നതായത് കൊണ്ടിട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിയുന്നുണ്ടല്ലോ, അതും ഭയങ്കര സന്തോഷം. എല്ലാവരോടും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം. അത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരാളോട് പറയുകയും അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു പ്രത്യേക സന്തോഷം എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിനും താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനിയും വരുന്ന വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.